കാര്യങ്ങൾ സിമ്പിളാണ്. വലിയ ജോലികളെ നിങ്ങൾ ചെറിയ ജോലികളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ വലിയ ഭാരം തോന്നുകയുമില്ല. അങ്ങനെ ഓരോന്നോരോന്നായി ചെയ്ത് നിങ്ങളുടെ ആ വലിയ ജോലി ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. രണ്ടാമതായിട്ട് വളരെ ക്ലിയറായിട്ടും അച്ചീവബിളായിട്ടുള്ള ടാർഗറ്റ്സ് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്യുമ്പോൾ സ്പെസിഫിക് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് വേണം സെറ്റ് ചെയ്യാൻ. ഗോൾസ് സെറ്റ് ചെയ്യുന്നത് ജീവിതത്തിൽ എന്നും നിങ്ങൾക്കൊരു ഡയറക്ഷൻ തരികയും നിങ്ങളുടെ ജോലി ഭാരം കുറയ്ക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ശരീരഭാരം കുറയ്ക്കുക എന്നല്ലാതെ കൃത്യമായി എത്ര കിലോ കുറയ്ക്കാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്തതെന്ന് പറയുക. അതെങ്ങനെ, ഓരോ ആഴ്ചയിൽ എത്ര കുറയ്ക്കാൻ സാധിക്കുമെന്ന് മെഷറബിളായിട്ട് പറയുക. അതായത് എല്ലാ ആഴ്ചയിലും ഞാൻ മിനിമം 100 ഗ്രാമെങ്കിലും എൻ്റെ ശരീരഭാരം കുറച്ചിരിക്കും. അങ്ങനെ തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ കഴിയും. 2 മിനിറ്റ് റൂൾ, അതായത് 2 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ അത് അപ്പോൾ തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി ചെറിയ ടാസ്കുകൾ പൈലപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ബർഡനായി മാറാതിരിക്കാൻ അത് സഹായിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഇമെയിൽ അയയ്ക്കുക, അല്ലെങ്കിൽ ഒരു ക്വിക്ക് ക്ലയൻറ്റ് അപ്ഡേറ്റ് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിവെക്കാതെ അപ്പോൾ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ടൈം മാനേജ്മെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്യുക. ഒരെണ്ണം പറയാം, പൊമോഡോറോ ടെക്നിക്. പൊമോഡോറോ ടെക്നിക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വലിയൊരു ടാസ്ക് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അതിന് 25 മിനിറ്റ് ദൈർഘ്യമുള്ള ഹൈലി ഫോക്കസ്ഡ് ആയിട്ടുള്ള വർക്കുകളായി സ്പ്ലിറ്റ് ചെയ്യുക. 25 മിനിറ്റ് നേരം നിങ്ങൾ ഫോക്കസ് ചെയ്ത് ജോലി ചെയ്യുന്നു. അതിനുശേഷം 5 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്നു. ആ 5 മിനിറ്റ് റെസ്റ്റിന് ശേഷം നിങ്ങൾ വീണ്ടും 25 മിനിറ്റ് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഒരിക്കലും ബേൺ ഔട്ട് ആവാതെ നിങ്ങളുടെ ജോലി ചെയ്തു തീർക്കാൻ കഴിയും. വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക. വർക്ക് റിലേറ്റഡ് ആയിട്ടല്ലാത്ത നോട്ടിഫിക്കേഷൻസ് അവോയ്ഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, വാട്സാപ്പ്. നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വാട്സാപ്പ് നോട്ടിഫിക്കേഷൻസ് ആണെങ്കിൽ മാത്രം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്യുക. വർക്ക് സമയത്ത് സ്കൂൾ ഗ്രൂപ്പും ഫ്രണ്ട്സുമായിട്ടുള്ള ചാറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുക. പ്രാക്ടീസ് സെൽഫ് ഡിസിപ്ലിൻ. സെൽഫ് ഡിസിപ്ലിൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണൽ ട്രീറ്റാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജിമ്മിൽ പോകുക എന്നുള്ളത് അതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമാണെങ്കിൽ അത് ഡെയിലി ചെയ്യാൻ അയാൾ തീർച്ചയായും ശ്രമിക്കും. അതേസമയം ഡിസിപ്ലിൻ ഇല്ലാത്ത വ്യക്തി അത് മാക്സിമം അവോയ്ഡ് ചെയ്യുകയും ചെയ്യും. അതിനാൽ സെൽഫ് ഡിസിപ്ലിൻ ഒരു മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. യൂസ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്ക് ആണെങ്കിലും പോസിറ്റീവായി ഐ ക്യാൻ ഡു ഇറ്റ് എന്നൊരു വാക്ക് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് നമ്മൾ പറയുമ്പോൾ അത് നമ്മളെ ആ ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടി വളരെയധികം മോട്ടിവേറ്റ് ചെയ്യും. ക്രിയേറ്റ് എ റൂട്ടീൻ. ഇത് ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന സമയത്ത് ഞാൻ എഴുന്നേൽക്കും, ഇന്ന സമയത്ത് തൊട്ട് ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്യും, ഇന്ന സമയത്ത് ഞാൻ എൻ്റെ എക്സസൈസ് ചെയ്തിരിക്കും, ഇങ്ങനെ ഇന്ന സമയത്തെല്ലാം ഞാൻ എൻ്റെ റിക്രിയേഷൻ കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ഓരോ സമയം അതിനായിട്ട് മാറ്റിവെച്ച് വ്യക്തിക്ക് അവനവൻ്റെ ജോലി ചെയ്യാനും വളരെ എളുപ്പത്തിൽ കഴിയും. ഫോക്കസ് ഓൺ പ്രോഗ്രസ്, നോട്ട് പെർഫെക്ഷൻ. വർക്കൗട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ്സിനെ മാത്രം ശ്രദ്ധിക്കുക. അല്ലാതെ എനിക്ക് 6 പാക്ക് ഇല്ല, എൻ്റെ ആപ്സ് അത്ര കറക്റ്റല്ല എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറാതെ എല്ലാ ദിവസവുമുള്ള പ്രോഗ്രസ്സിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ ബാക്കി കാര്യങ്ങളെല്ലാം തനിയെ വരും. നമ്മളൊരു ജോലി ചെയ്ത് തീർത്ത് കഴിയുമ്പോൾ കിട്ടുന്ന സന്തോഷത്തെപ്പറ്റി ആലോചിക്കുക. നിങ്ങളൊരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 5-6 മാസം കഴിയുമ്പോഴുള്ള നിങ്ങളുടെ ബോഡി എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തെപ്പറ്റി നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരികയും
അത് ആ ജോലിയിലേക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും. സെറ്റപ്പ് അക്കൗണ്ടബിലിറ്റി. നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഗോള് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടോ ഭാര്യയോടോ അത് ഷെയർ ചെയ്യുക. കാരണം അങ്ങനെ പറയുക വഴി നിങ്ങൾക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുകയും ആ ഗോൾ അച്ചീവ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ വരികയും ചെയ്യും. റിഫ്ലക്റ്റ് ഓൺ യുവർ പ്രോഗ്രസ്. എല്ലാ ദിവസത്തിൻ്റെ അവസാനമോ ആഴ്ചയിലൊരിക്കലോ നിങ്ങളുടെ പ്രോഗ്രസ്സിനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ചെയ്ത ജോലി എത്രമാത്രം ഭംഗിയായിട്ടാണ് നിങ്ങൾ ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിൽ വിലയിരുത്തുക. എന്തെല്ലാം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ചെയ്ത ഓരോ ചെറിയ വിന്നിനെ പറ്റിയും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ കഴിയും. യൂസ് ഡെഡ് ലൈൻസ് വൈസ്ലി. ഒരു ടാസ്ക് ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് ഡെഡ് ലൈൻ ഇല്ലെങ്കിൽ കൂടി അതിനൊരു ഡെഡ് ലൈൻ സങ്കല്പിക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്കൊരു സെൻസ് ഓഫ് അർജൻസി ഉണ്ടാവുകയും ആ വർക്കിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനും നിങ്ങളെ അത് സഹായിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ലീഡർഷിപ്പ് അല്ലെങ്കിൽ എൻ്റർപ്രണർഷിപ്പ് ഇവയിലെല്ലാം ആവശ്യമായ ഓരോ പോയിൻറ്റ്സ് ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. ഇവ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളുടെ ലീഡർഷിപ്പ് എബിലിറ്റി അല്ലെങ്കിൽ എൻ്റർപ്രണർഷിപ്പ് എബിലിറ്റി ഇൻക്രീസ് ചെയ്യുവാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അതിനുവേണ്ടി വളരെയധികം റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓരോ വീഡിയോസും നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അതിനാൽ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ഇതിനെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. താങ്ക് യു.